ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ബർത്ത്ഡേക്ക് മുൻപ് എടുത്ത് വെച്ച വീഡിയോ ആണേ. അപ്പോൾ ആദ്യം ബർത്ത്ഡേൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് അപ്ലോഡ് ചെയ്ത്, പിന്നെ അതിൻ്റെ നടുക്ക് എന്തോ ഒരു കുക്കിംഗ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ ബർത്ത്ഡേക്ക് മുമ്പ് കുഞ്ഞിന് കുറച്ച് ഡ്രസ്സ് അവളെ അമ്മമ്മേൻ്റെയും മാമൻ്റെയും വക അത് എടുക്കാൻ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാർട്ടാക്കിയപ്പോഴേക്കും റോട്ടിലെത്തുമ്പോഴേക്ക് എൻ്റെ ചെരുപ്പ് അങ്ങ് പൊട്ടി. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ചോദിച്ചായിരുന്നു, അമ്മക്ക് തരുമോ ചെരുപ്പ് എന്ന്. അതിൻ്റെ ഉത്തരം നോക്കിക്കോ. ഇപ്പോൾ ഇല്ല, നല്ല മോള്. അപ്പോൾ എങ്ങനെയല്ലോ 8:10 എന്ന് നടന്ന് വണ്ടിയിൽ കയറിയിട്ട് തലശ്ശേരിയിലെത്തിയാൽ ആദ്യം പോയത് ചെരുപ്പ് തുന്നാൻ തന്നെയായിരുന്നു. അപ്പോൾ വേഗം ചെരുപ്പൊക്കെ തുന്നി ഒരു 4 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ നല്ല വെയിലല്ലേ, ഈ വെയിൽ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലെത്തുമ്പോഴേക്ക് ബർത്ത്ഡേൻ്റെ ദിവസം കടത്തത്തിലായിപ്പോവും. അമ്മാതിരി ചൂടും ക്ഷീണമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ തലശ്ശേരി പഴയ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ അമ്മേൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനുള്ള സാധനമാണ്. അടക്കയാണ്. അടക്ക വിറ്റിട്ട് കുറച്ച് പൈസ കിട്ടും. ആ പൈസക്ക് എന്തെങ്കിലും വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാനിത് വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് 7 മണിക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ വെക്കേഷൻ ടൈമായതുകൊണ്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടാകും വോയിസ് ഓവറിൽ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയത് അവളെ അമ്മമ്മേൻ്റെ വക ഒരു വെള്ളീൻ്റെ സിൽവർ ബ്രേസ്ലെറ്റ് വാങ്ങാനാണ്. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ നല്ല കുഞ്ഞു കമ്മലൊക്കെ ഉണ്ട് ഡിസ്പ്ലേയിൽ വെച്ചിട്ട്. അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. വാങ്ങിയിട്ടൊന്നുമില്ല, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഇതൊന്നും ഞാനും ഉപയോഗിക്കില്ല, അവൾക്കും ഇട്ട് കൊടുക്കില്ല. ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ബ്രേസ്ലെറ്റ്. അപ്പോൾ മോൾക്ക് ഞങ്ങൾ സെലക്ട് ചെയ്ത ബ്രേസ്ലെറ്റാണ് ഇത്. അവളെ അളവിൽ പിന്നെ വേറെ ബ്രേസ്ലെറ്റൊന്നും അവിടെ ഇല്ലായിരുന്നു. കിട്ടിയതിൽ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. അതാണ് എനിക്കും അമ്മക്ക് ഇഷ്ടമായത്. അപ്പോൾ അതങ്ങ് സെലക്ട് ചെയ്തു. ഇപ്പോൾ സ്വർണ്ണത്തിന് പൈസ കൂടുന്നതനുസരിച്ച് വെള്ളിക്കും നല്ല പൈസയുണ്ട്. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, വിഷുവിൻ്റെയും ബർത്ത്ഡേ ഡ്രസ്സും ഒക്കെ. അപ്പോൾ എല്ലാം ഈ പോക്കിനാവട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടല്ലേ, പുറത്തിറങ്ങാനേ തോന്നുന്നില്ല. പിന്നെ എനിക്കും അമ്മക്കും ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു വിഷുക്കോടി. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടാകുക? ഒരു 4 എണ്ണം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ അടിപൊളിയല്ലേ കാണാൻ. ബോയ്സിനെക്കാട്ടും കൂടുതൽ സെലക്ഷൻ ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ എടുത്ത അവളെ ഡ്രസ്സ്. പിന്നെ എനിക്കും ഒരു ചൂരിദാർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഒന്നാമത് ഇവള് കടയിൽ നിന്ന് നിൽക്കുന്നില്ല, ഇറങ്ങി ഓടുകയാണ്. പിന്നെ ഒരു ചോക്ലേറ്റൊക്കെ കയ്യിൽ കൊടുത്തിട്ട് സമാധാനിപ്പിച്ച് നിർത്തിയേ. അല്ലാണ്ട് അവൾ ഇറങ്ങിപ്പോയി. അവളെ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞേരോ അവൾക്ക് അവിടെ നിൽക്കണ്ട, ഇറങ്ങി ഓടുകയാണ്. മെയിൻ റോഡാണ്. അപ്പോൾ പിന്നെ അവളെ ശ്രദ്ധിക്കാണ്ട് നിൽക്കാനും പറ്റില്ല. പിന്നെ അമ്മ വീട്ടിലേക്ക് കുറച്ച് ബെഡ്ഷീറ്റും എന്തൊക്കെയോ വാങ്ങിയിരുന്നു. പിന്നെ അമ്മക്കൊരു നൈറ്റി, സാരി വേണ്ടാന്ന് വെച്ചു. നമുക്ക് സാരി ഉണ്ട് കയ്യിലിപ്പോൾ തൽക്കാലം. അപ്പോൾ അമ്മ ഒരു നൈറ്റിയും ഒക്കെ വാങ്ങി ഞങ്ങൾ നേരെ പിന്നെ പോയത് എവിടെയാണ്, മേശവിരിപ്പ് വാങ്ങാൻ. അപ്പോൾ അതും കൂടി, ബർത്ത്ഡേ ഒക്കെ അല്ലേ, വീടും കൂടി ഒന്ന് മൊഞ്ചായി കിടന്നോട്ടെ. അപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയത്, നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ഐസ്ക്രീം പൊതിക്കുകയാണെന്ന്. തലശ്ശേരി പോയാൽ ഈ സാധനം ഇല്ലാണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സാധ്യതയില്ല. അപ്പോൾ മേശവിരിപ്പ് വാങ്ങാൻ പോയേരം അവിടെ നിന്നൊരു ബോളും കൂടി കുഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ പിന്നെ ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടേ തലശ്ശേരി MRA, അവിടെ തന്നെയാണ് പോയത്. MRA പോയിട്ട് ഒരു ഫാലൂദ, മാറ്റമൊന്നുമില്ല, ഫാലൂദ തന്നെ ഫിക്സ്. ഫാലൂദയും കൂടി വാങ്ങിയിട്ട് കുടിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനാണ് എല്ലാവരും മറന്നു പോകുന്നത്. ഒരു 10-20 കമൻസ് വന്നാൽ 13 ലൈക്ക്. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ. അപ്പോൾ ബായ്.